ഹായ് ഗൈസ്, ഇന്നൊരു സ്കൂൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പം ഇന്ന് രാവിലെ ഒരു 5 മണിക്കെങ്കിലും എണീക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തലേദിവസം കിടന്നുറങ്ങിയത്. പക്ഷേ എപ്പോഴത്തേയും പോലെ തന്നെ എണീറ്റ് വന്നപ്പോൾ 6 മണി കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ എണീക്കാൻ തന്നെ പ്ലാൻ ഇട്ടത് ഇന്നൊരു ക്ലാസ് ടെസ്റ്റ് ഉണ്ട് എന്ന് മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസ് ടെസ്റ്റ് പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായെങ്കിലും എന്താ നടത്തുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഇതിപ്പോൾ ഒരു 6ാമത്തെ 7ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ സോൾട്ട് അനാലിസിസ് പഠിക്കുന്നത്. കാരണം ഒരു പ്രാവശ്യം പഠിക്കും 5 മിനിറ്റ് പോലും ആവില്ല, അപ്പോഴേക്കും കണ്ട് മറന്നു പോകും. ഇനിയിപ്പോൾ എന്താ നടക്കാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്നേലും ഒരു ദിവസം പഠിക്കാതെ പോവും. ഇത്രയും കാലം ക്ലാസ് ടെസ്റ്റ് നടത്തിയില്ലല്ലോ എന്നുള്ള കോൺഫിഡൻസിൽ അന്നായിരിക്കും ഇത് നടക്കുക. പിന്നെ മാത്രമല്ല, ഈ ഒരു സാധനം എത്ര പഠിച്ചാന്ന് പറഞ്ഞാലും പിന്നെ എടുത്ത് നോക്കുമ്പോൾ ആദ്യം മുതൽ ഒന്നുകൂടെ മൊത്തം ടൈം എടുത്ത് പഠിക്കേണ്ടി വരും. അതൊരു റിവിഷൻ പോലെയല്ല ഫീൽ ചെയ്യുക. ഒന്നുകൂടെ പഠിക്കുന്ന പോലെ, പുതിയൊരു കാര്യം പഠിക്കുന്ന പോലെയൊക്കെയാണ് തോന്നുന്നത്. പിന്നെ ഗൈസ്, എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ സ്റ്റാൻഡേർഡ് PYQs സോൾവ് ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും കുറച്ചൊക്കെ പേര് ചോദിച്ചായിരുന്നു ഏത് സൈറ്റിൽ നിന്നാണ്, ഏത് PDF നിന്നാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് PYQs കിട്ടും. പിന്നെ അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസും ബോർഡ് ലെവൽ ആവണമെന്നില്ല. അതിൽ നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം. അതിന് നല്ല ടൈം എടുക്കുകയും ചെയ്യും. അപ്പോൾ PYQs കിട്ടാൻ വേണ്ടി ഒന്നെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ആപ്സ് ഒക്കെ ഉണ്ടാവും. ആപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സാമിനർ, എജുപോർട്ട്, സൈലം അങ്ങനത്തെ ആപ്സിലും ചിലപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെയും കുറേ PYQസിൻ്റെ ആപ്സ് ഉണ്ട്. അതൊക്കെ എടുക്കുവാണെങ്കിൽ അതിൽ ഓൾറെഡി സെലക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ കെമിസ്ട്രിയുടെ കാര്യത്തിലൊരു തീരുമാനമാക്കിയിട്ട് ന്യൂഡിൽസും ചിക്കനുമാണ് കഴിക്കാൻ വന്നത്. കാരണം തലേ ദിവസം രാത്രി അമ്മ ഒരു ചിക്കൻ്റെ എന്തോ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം നമ്മൾ അവിടെ ഇരുന്ന നൂഡിൽസും കൂടെ കുറച്ച് ചിക്കനും എടുത്താൽ കഴിച്ചു. അതിനുശേഷം നമ്മൾ ഫിസിക്സിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് വീഡിയോ കാണാനാണ് പോയത്, ലാബിൽ ചെയ്യാനായിട്ട്. ലാബിൽ മാം പറഞ്ഞു തരും, എങ്കിലും വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ ഒരു മനസ്സുഖം, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ PYQസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അത് ആപ്സ് നിന്ന് എടുക്കുകയാണെങ്കിലാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം ടൈമും ലാഭിക്കാം, അതുപോലെ നല്ല അടിപൊളി ക്വസ്റ്റ്യൻസും കിട്ടും. അപ്പം അതിൻ്റെ ആപ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും പിന്നെ നമ്മൾ ടൈം ടേബിളൊക്കെ റെഡിയാക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചാണ് വന്നത്. അപ്പോഴാണ് വാച്ച് കെട്ടേണ്ട കാര്യം ഓർമ്മ വന്നത്. പിന്നെ ഫിസിക്സ് ലാബുള്ള ദിവസം ഞാൻ മറക്കാതെ ഈ സ്മാർട്ട് വാച്ച് കെട്ടാറുണ്ട്. കാരണം അവിടെ പോയിട്ട് നമ്മുടെ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അകത്തെ കാൽക്കുലേറ്ററാണ് നമ്മൾ യൂസ് ചെയ്യൽ. അങ്ങനെ നമ്മൾ വാച്ചൊക്കെ കെട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെയാണ് ഞാൻ ലിബാമിൻ്റെ കാര്യം ഓർത്തത്. ലിബാം ഇടാതെ ഞാൻ എങ്ങോട്ടും പോകാറില്ല. അങ്ങനെയൊന്നുമില്ല, വീട്ടിൽ നിൽക്കുമ്പോഴും പുറത്ത് പോകുമ്പോഴൊക്കെ ഓർമ്മ ഉള്ളപ്പം ഇതെടുത്തിടലുണ്ട്. വെറുതെ ഒരു രസം, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നാണെങ്കിൽ ഭയങ്കര നേരത്തെയാണ് ഇറങ്ങിയത്. കാരണം പപ്പ ജോലിക്ക് പോകുന്ന വഴിക്ക് എന്നെ അവിടെ ഇറക്കാമെന്ന് പറഞ്ഞു. സാധാരണ അമ്മയുടെ സ്കൂട്ടി എടുത്ത് കൊണ്ടുപോകല്. പിന്നെ സ്കൂട്ടിക്ക് ചെറിയ പണി ഉള്ളതുകൊണ്ട് അത് വർക്ക്ഷോപ്പിലാണ്. അതുകൊണ്ട് പപ്പ കൊണ്ടാക്കി. 9:30ക്കാണ് നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത്. ഞാനവിടെ 9 മണി ആവുന്നതിന് മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിലൊരു ഈച്ചക്കുഞ്ഞു പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനവിടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് വെറുതെ സമയം കളയണ്ടല്ലോ എന്ന് ഓർത്ത് എന്തൊക്കെയോ ബുക്കും തുറന്നു വെച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങൾ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ബാക്കിയുള്ളവർ വരുന്നതിന് മുന്നേ എഴുതി തീർക്കാമെന്ന് വിചാരിച്ചു. 9:30ക്കാണ് ക്ലാസ്സെങ്കിലും അവർ 10:30 എത്താൻ വേണ്ടിയിട്ട്. കൈമാറ്റ്. പക്ഷെ ഈ ഫോണിൽ നിന്റെ കളർ അങ്ങനെ കാണുന്നില്ല. നിന്റെ അല്ല മുടിയുടെ ഇത് പറയാൻ പറ്റുമോടാ എന്താണെന്ന്? ഇത് ഹെപ്സിബ. പിന്നെ അവിടുത്തെ ശരിയും കളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവരുടെ കൂടെ ബസ്സിലാണ് ഇപ്പോൾ വീട്ടിൽ പോകാൻ നിൽക്കുന്നത്. സ്കൂട്ടി വർക്ക്ഷോപ്പിലാന്ന് പറഞ്ഞല്ലോ, അതാണ്. വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വലിയ ദൂരം ഇല്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ കൊണ്ടുപോകുന്നതും തിരിച്ച് കൊണ്ടുവരുന്നതും ഒക്കെ അമ്മയോ പപ്പയോ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. പക്ഷേ പപ്പയ്ക്ക് ജോലി കഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് താമസിക്കുന്നത് കൊണ്ട് ഇന്ന് നമ്മൾ ബസ്സിലാണ് വന്നത്. പക്ഷേ ബസ് വീടിൻ്റെ മുന്നിലൊന്നും ഇറക്കി തരത്തില്ലല്ലോ. ആ മെയിൻ റോഡിൽ ഇറക്കി തന്നു. പിന്നെ നമ്മൾ വീട് വരെ നടക്കേണ്ടി വന്നു. വീട് വരെ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് എന്തോരം ദൂരമുണ്ട് വീട്ടിലേക്ക്. ഇന്ന് ഏകദേശം 2 കിലോമീറ്ററൊക്കെ ഞാൻ നടന്നിട്ടുണ്ട്. പിന്നെ പോണ വഴിക്കാണ് ഈ ഒരു പൂ കണ്ടത്. പിന്നെ ഇതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് പോയപ്പോൾ വീടെത്തിയ വഴി അറിഞ്ഞില്ല. എന്തായാലും കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഇത്രയും ദൂരമൊക്കെ ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് നടന്നു വന്നതിന് ശേഷം
നമ്മൾ വീട്ടിൽ വന്ന് വേഗം കൈയും കാലും മുഖമൊക്കെ കഴുകി യൂണിഫോമൊക്കെ മാറ്റി ഫുഡ് കഴിക്കുകയാണ്. പിന്നെ നമ്മൾ പോയി മേലൊക്കെ കഴുകി 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇപ്പം പഴംപൊരി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ബൈറ്റ് എടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി. പിന്നെ കഴിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത് എന്തോ ഒരു പ്രശ്നമുണ്ട് എവിടെയോ. പഴം എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഈ ട്രിവാൻഡ്രത്തെ ഒന്നും ഇഷ്ടപ്പെടാറില്ല, പ്രത്യേകിച്ച് ഫുഡ് ഐറ്റംസ്. എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ നാട്ടിലേക്ക് ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്യൽ ഫുഡാണ്. എന്ന് വെച്ചാൽ TVMൽ നല്ല ഫുഡ് കിട്ടില്ല എന്നല്ല, നല്ല നല്ല ഫുഡുകൾ കിട്ടും. നല്ല പൈസ കൊടുത്ത് നല്ല റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ച് കഴിഞ്ഞാൽ എല്ലാം കിട്ടും. പക്ഷേ നമ്മളെ നാട്ടിൽ സാധാ ഒരു തട്ടുകടയിൽ കയറി കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അടിപൊളിയായിട്ട് ഫുഡുകൾ കിട്ടുമായിരുന്നു. അതൊക്കെ ഒരു കാലം. നേരത്തെ പഴംപൊരി കഴിച്ച് എന്തോ തകരാറ് തോന്നിയപ്പോൾ ഞാൻ ഇവിടുത്തെ സുഖിയൻ വന്ന് കഴിച്ചു. അപ്പോഴാണ് അതിൽ കടലയും എന്തൊക്കെയോ സാധനങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ കഴിക്കാൻ പറ്റും, അത്ര തന്നെ. അങ്ങനെ ഫേവറേറ്റ് ആയിട്ടൊന്നുമില്ല, എന്ത് കിട്ടിയാലും കഴിക്കും, അങ്ങനെയാണ്. അങ്ങനെ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി കുറേ നേരം ഇരുന്ന് ആസ്വദിച്ച് കഴിച്ചിട്ട് നമ്മൾ പഠിക്കാനിരിക്കാമെന്ന് വിചാരിച്ചു. പഠിക്കാനിരിക്കണമല്ലോ, ബുക്കൊക്കെ തുറന്നു വെച്ചിട്ടാണ് ഇരിക്കുന്നത്. കാരണം പഠിക്കാൻ തുടങ്ങുമ്പോഴേക്കുമാണ് നമുക്ക് സുഖം കിട്ടിയത്. പിന്നെ അത് കഴിച്ചിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ 15 മിനിറ്റ്, അതിൽ കൂടുതൽ പഠിച്ചിട്ടില്ല, കറക്റ്റ് 15 മിനിറ്റ് പഠിച്ചു. കുറച്ചുകൂടെ നേരത്തെ പഠിക്കാനിരിക്കണം എന്നായിരുന്നു എൻ്റെ ഒരു ഇത്, പക്ഷേ അത് നടന്നില്ല. പിന്നെ നമ്മൾ ഒരു 15 മിനിറ്റ് ബുക്കും തുറന്നു വെച്ച് വായിച്ചിട്ട് നമുക്ക് പുറത്തൊക്കെ പോകാനുണ്ടായിരുന്നു. പോയി എന്നിട്ട് ഡിന്നർ കഴിച്ചു, കിടന്നുറങ്ങി, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ചില ദിവസങ്ങളൊക്കെ ഇങ്ങനെയാണ്. അപ്പം ശരി എന്നാൽ.